ശ്മശാനമാണെന്ന് അവരെല്ലാവരും പറഞ്ഞു. എന്നാൽ പണത്തിനു മീതെ പരുന്തും പറക്കുമെന്ന ഒരു ചൊല്ലില്ലേ, അതുപോലെയായിരുന്നു ഈ കുടുംബവും. അവർക്ക് ആ ഭൂമിയിൽ തന്നെ വീട് വെക്കണമെന്നായിരുന്നു അവരുടെ അതിയായ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ആ ഭൂമി സ്വന്തമാക്കി അവർ അവിടെ വീട് പണിയാൻ ആരംഭിച്ചു. എന്നാൽ അവിടെ ഉറങ്ങുന്നത് 4 പേരുടെ ശവക്കല്ലറയാണ്. വർഷങ്ങൾക്ക് മുന്നേ അതൊരു കോവിലകമായിരുന്നു. ആ കോവിലകത്തിൽ ദുരൂഹമായി മരണപ്പെട്ട 4 ആത്മാക്കൾ അവിടെ ഉണ്ടെന്ന് ആ പ്രദേശത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വാങ്ങാൻ വന്ന ഇവരോട് എല്ലാവരും പറയുകയുണ്ടായി, ഈ ഭൂമി നിങ്ങൾ കൈപ്പറ്റരുത്, ഇവിടെ 4 ആത്മാക്കൾ വസിക്കുന്നു എന്ന്. കാരണം അർദ്ധരാത്രിയിൽ ആ വഴി പോകുന്ന പല യാത്രക്കാരും ആ ആത്മാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയവരാണ്. ആ ശ്മശാനത്തിന് അടുത്ത് താമസിക്കുന്ന പല വീടുകളിലും പല വീട്ടുകാരും ഇതുപോലുള്ള പല വ്യത്യസ്തമായ അനുഭവങ്ങളും ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നാട്ടിൽ പുതുതായി വന്ന അവരോട് ഈ വീട് വാങ്ങരുതെന്ന് അവർ ഒരുപാട് തവണ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ അവർ അവിടെ വീട് പണിയാൻ ആരംഭിച്ചു. അങ്ങനെ ആ വീടിൻ്റെ ഓരോ പണികളായി തുടങ്ങാൻ ആരംഭിച്ചു. ഇന്ന് തറ കീറുന്ന ദിവസമായിരുന്നു. അന്ന് തറ കീറാൻ വന്ന പലർക്കും എന്തൊക്കെയോ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടു. ആ പണി പകുതി വഴിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. അന്ന് മടങ്ങിപ്പോയവരിൽ പലരും ഈ പ്രദേശത്തെക്കുറിച്ച് കേട്ടവരാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം അവരിൽ ആരും തന്നെ ഈ പണിക്ക് വരാൻ തയ്യാറായില്ല. ഓരോരുത്തർക്കായി എന്തൊക്കെയോ ദേഹാസ്വസ്ഥം അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ പലരും ഈ പണിക്ക് വരാതായി. ഒടുവിൽ വീടിൻ്റെ മേൽക്കൂര പണിത ദിവസം അന്ന് രാത്രി അടുത്ത വീട്ടിലെ ഒരു യുവാവ് ആ വഴി നടന്നു പോകുമ്പോഴായിരുന്നു വീടിന് മുകളിൽ ഒരു കറുത്ത രൂപം വെള്ളമൊഴിച്ച് കുളിക്കുന്നതായി കണ്ടത്. അത് അല്പം വിചിത്രമായി അയാൾക്ക് തോന്നി. ഒരുപാട് ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ശബ്ദങ്ങളും അവിടെ ഉയരാൻ തുടങ്ങി. അത്തരത്തിലുള്ള ഒരു നീചമായ സ്ഥലത്തായിരുന്നു ആ വീട് പണിയാൻ ആരംഭിച്ചത്. അങ്ങനെ ഒടുവിൽ എങ്ങനെയൊക്കെയോ ആ വീടിൻ്റെ പണി അവർ പൂർത്തിയാക്കി. എന്നാൽ അവിടെ താമസിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. കാരണം ആ വീട് അത്രയ്ക്കും വാസയോഗ്യമായിരുന്നില്ല. കാരണം ആ ഭൂമി ശപിക്കപ്പെട്ടതായിരുന്നു. അങ്ങനെ ആ വീട് ഇന്നും അവർ അടച്ചിട്ടിരിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള ഭൂമികൾ തുച്ഛമായ വിലയ്ക്ക് നമ്മുടെ പരിസരത്തൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കാം. പക്ഷേ അതിനു പുറകിൽ ഒളിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ചതി കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് എൻ്റെ ഒരു ഫോളോവറിൻ്റെ അനുഭവമാണ്. അവർക്കുണ്ടായ ഒരു ദുരന്തം കൂടിയാണ് ഈ കഥ.